ഹെവൻ. യെസ്, ഈ ഒരു ഹെവൻലി ഫീൽ നിറയ്ക്കുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ടൈം പാസുമായിട്ട് പോണത്. പ്രമീല വിത്ത് ടൈം പാസ് നമ്മുടെ പാടൂരിലുള്ള പുലിക്കക്കടവ് പാലം, അതിന്റെ പരിസരത്ത് കെനോലി കനാലിന്റെ കാറ്റൊക്കെ ഏറ്റ് സൺഡേ മോർണിംഗ്സ് വളരെ സൂപ്പറായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടീം. സോ അവരിൽ ഒരാളായിട്ടുള്ള അഫ്സൽ. എത്ര പേരുണ്ട് ഇപ്പൊ നിങ്ങളുടെ കൂട്ടായ്മയില്? നമ്മള് സ്ഥിരമായിട്ട് ഒരു 10-15 പേരാണ് ഉണ്ടാവാറ്. സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വയറിലാർ കൂടിയിട്ട് ഒരു 10-25 പേരെന്തായാലും രാവിലെ വരാറുണ്ട് അവിടെ. അത് ശരി. ആക്ച്വലി ഇത് എങ്ങനെയാണ് അഫ്സൽ തുടങ്ങിയത് ഈ ഒരു ആക്ടിവിറ്റി? അവിടെ കുറച്ച് കലാകാരന്മാരുണ്ട് ഓൾറെഡി. പാടൂര് ബേസും ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കലാകാരന്മാരുണ്ട്. പക്ഷെ അവർക്കൊരു നല്ലൊരു വേദി ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സ്റ്റേജില് കയറാൻ പാടാനോ അല്ല, സാധാരണക്കാരാണ് എല്ലാവരും. പക്ഷെ അവർക്ക് പാടാനുള്ള ഒരു അവസരം അങ്ങനെ ഒരുക്കുക എന്നുള്ളതില് ആ രീതിയിലാണ് നമ്മളൊരു ആലോചിച്ചത്. അതെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു മോർണിംഗ് വാക്കേഴ്സിന്റെ ഒരു ടീമായിട്ടാണ് തുടങ്ങി വെച്ചത് അല്ലേ? ഞാൻ അവിടെ നടക്കാൻ പറ്റുന്ന ആൾക്കാര് ഒരു അവിടെ ഒരു പാലുണ്ട്, പുളിക്കടവ് പാലം എന്ന് പറയും. ആ പാലത്തിന്റെ സമീപത്തുള്ള ആളുകൾ കുറച്ച് ആൾക്കാർ കൂടാറുണ്ട്. അപ്പൊ അങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോ ഓരോരുത്തരൊരു മൂളിപ്പാട്ട് പാടും. അപ്പൊ പാടി ലാസ്റ്റ് നമുക്ക് ഇതെന്താ ഒരു പാട്ടിന്റെ ഒരു ഇതിലേക്ക് തുടങ്ങാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ആ രീതിയിലാണ് നമ്മളൊക്കെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. യെസ്, വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയും കഥകളുടെ വെയിറ്റ് ചെയ്യാണ് ഈ ഒരു മോർണിംഗ് വൈബ് സ്റ്റോറി. വെയിറ്റ് ചെയ്യാം വിത്ത് എ സോങ് ഫ്രം തമ്മിൽ ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. नजर